കായ്ക്ക് ഉണ്ടെങ്കിൽ ചെയ്താൽ മതി, ഞാൻ ഉണ്ടായിട്ട് പറയില്ല. ഈ 20,000 എന്ന് പറഞ്ഞതേ ഇപ്പൊ തന്നെ മാണോ? ഞാനിപ്പോൾ പോന്നപ്പോ പൈസ ഒന്നും കരുതിയിട്ടില്ല, അതാ ഞാൻ അങ്ങനെ ചോദിച്ചത് കേട്ടോ. പൈസ പെട്ടെന്നൊന്നും വേണ്ട. നിങ്ങള് ഈ 20,000 റുപ്യ ഇതൊരാട്, അത് ആണായാലും പെണ്ണായാലും വേണ്ട, വലിയ മൂപ്പ് പാടില്ല. ഒരു 8 കിലോത്തിൽ വല്ലാതെ കൂടും വേണ്ട കുറയും വേണ്ട. അങ്ങനത്തെ ഒന്ന് ആ ആള് വരുമ്പോ ആളെത്തി കൊടുത്തേക്ക ഈ കാര്യം കൊടുത്ത നിങ്ങൾ വരും വേണ്ട. ബാക്കിയുള്ള പണിക്ക് ഞാൻ എടുത്തുണ്ട്. ലൈവ് ഓൺ ആയിക്കാണല്ലോ. ആരൊക്കെ ഇപ്പൊ വന്നേക്കണ്ടത്? അസ്സലാമലൈക്കും. ഖദീജ, ദീപാത്തു, മറിയാമു, എല്ലാവർക്കും ഉസ്താദിന്റെ അസ്സലാമലൈക്കും. കോയാക്ക പിന്നിൽ നിന്ന് വിളി പോടാവിടും. അത് കോയാക്കാനോട് എത്ര ലൈവ് വർത്താനം പറയുമ്പോ പിന്നീട് വന്നിക്കരുത് പറഞ്ഞാല് കേൾക്കൂല. അത് ഒരു കാര്യമാക്കി എടുക്കണ്ട. അപ്പോഴേ വെള്ളക്കുപ്പിയൊക്കെ മുന്നിൽ വെച്ചെല്ലാം റെഡി ആയിരുന്നോളി. സലാത്ത് ഒരു അരമണിക്കൂർ നമ്മൾ തുടങ്ങും. അപ്പൊ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മളെ ഗൂഗിൾ പേയുടെ നമ്പർ മറക്കണത് കൊടുക്കുന്നുണ്ടിട്ടാ. ഉസ്താദ് ഇവിടെ ഇല്ലേ? ഉസ്താദ് അവിടെ ഉണ്ട്. ഇതിന് മുമ്പ് വന്ന ആളുകളൊക്കെ ഉണ്ട് കേറാന്. നിങ്ങൾ അവിടെ ഇരുന്നോളി. അപ്പൊ ഞാൻ പറഞ്ഞ മാതിരിക്ക് അസ്സലാമലൈക്കും. ഏതൊരു പറഞ്ഞിട്ട് കൊണ്ടുവന്ന നടക്കണോളോട് വരാൻ പറയാം. സിഗരറ്റ് ഇല്ല പോയാ അവിടെ തെക്കോത്താക്കി സിഗരറ്റ് വാങ്ങിക്കൊള്ളു. അവിടെ ഇരുന്നടി. നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് വല്ല മാറ്റം എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ഇവിടെ ആദ്യമായിട്ട് വരിക? ഞാൻ ആദ്യമായിട്ട് തന്നെയാണ്. കാലിനൊരു മുറി ഉണ്ടായിട്ട് എവിടെ കാണിച്ചിട്ട് അതാണ് മാറുന്നില്ല. അപ്പൊ അതിന്റെ ഒരു പരിഹാരം ഇവിടുന്ന് വിട്ടുവച്ചിട്ട് വന്നാണ്. ഞാനും ഇവിടെ ആദ്യമായിട്ട് തന്നെയാണ്. ഞങ്ങളെ നാട്ടിൽ നിന്ന് കുറെ ആൾക്കാരൊക്കെ അവിടെ വരവുണ്ട്. അപ്പൊ ഓല് പറഞ്ഞതായിരുന്നു. അപ്പൊ അങ്ങനെ പോകാൻ നോക്കിയാണ്. പെരിയിൽ കുറെ പ്രശ്നങ്ങളുണ്ട്. ഇവിടെ നല്ല തിരക്കൊക്കെ ഉണ്ടല്ലേ മൂപ്പർക്ക്? അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കിടപ്പില്ലേ. അല്ലെങ്കിലും വേണം. എങ്ങനെയാണ് ഓണം കണ്ട് ഒഴിവാക്കാം. അതിന് പണി ഞാൻ ഉണ്ടാക്കി തരാം. ഇതെത്താ പോകാൻ വിളിച്ചും എടുക്കാത്തത്? പോകാൻ വിളിച്ചാൽ എടുക്കാൻ കേട്ടാ. ഞാനേ അതായത് പെരുവിക്കാണ്ട് വരും. ഞാൻ നാക്കാലികൾ കുറെ ഉണ്ടായിരുന്നു. ഓരോന്നും ഇങ്ങനെ ചാവലും ഇതൊക്കെ ആയതുകൊണ്ടേ ഞാൻ പിന്നെ ആ പരിപാടിയാണ് നിർത്തി. ഓരോ സോക്കട് നാക്കാലികൾക്കും ഉണ്ട്. മനുഷ്യന്മാർക്ക് അതിലേറെയാണ്. അപ്പൊ ആരാദ്യം വന്നു വെച്ചാൽ കായ്ക്കൂലുള്ളിക്ക്? ഞാൻ വന്നതേ കാലിനൊരു മുറി 10 കൊല്ലായിട്ട് എവിടെ കാണിച്ചിട്ട് ഒരു ഭേദവുമില്ല. അല്ല സുഗറേറ്റുണ്ടാ? ഷുഗറും പ്രഷറും ഒന്നുമില്ല. ഇതൊന്ന് മാറ്റി തരാൻ നിങ്ങളെയൊക്കെ വല്ല മരുന്നുണ്ടോ? മുറി വേണമെന്ന് കണ്ടാട്ടെ. ഇതാ നല്ല മുറിയാണല്ലോ. ഉസ്താദെ എനിക്കൊരു സംശയം. എന്റെ അന്ത്രം കുഞ്ഞാവ കൂടോത്രം ചെയ്താണെന്നുള്ള ആ മുറിന്റെ കോണം കണ്ടിട്ടേ അങ്ങനെ വരാനേ പറ്റുള്ളൂ. ഈ മുറി ഉണങ്ങും വേണം, തിരിച്ചു പോകാനൊരു പണി കൊടുക്കും വേണം. അതിനാണ് ഞാൻ ഓർമ്മക്കണ്ട്. അതിനല്ല ആദ്യം ഞാൻ വരെ ഇരിക്കേണ്ടത്. അതിന് നമ്മൾ പണിയുണ്ട് കേട്ടാ. അത് നമുക്കേ നമ്മ പൈസ കിതാബിലുണ്ട് അതിനെ പറ്റിയൊരു ഇത്. ഞാൻ തൽക്കാലം നമുക്ക് അടക്കം വെക്കാനേ ഒരു സാധനം എഴുതി തരാം. ഒരു ബീതൊക്കെ ഇതിന് ഒതുങ്ങും നമുക്ക്. പിന്നെ ഇപ്പൊ പഴമായ നമുക്ക് ബടുക്കിന് ഭാഗത്ത് തൂക്കോണ്ടി ഒരാഴ്ച നിർത്തം നിന്നോട്ടെ. ആയിക്കോട്ടെ കേട്ടാ. എന്നിട്ട് കഴിച്ചാൽ കൊണ്ടുപോണ്ടി. ഇവിടെ ആവശ്യമില്ല. ആയിക്കോട്ടെ ആയിക്കോട്ടെ. പല മാരൊക്കെ ചെയ്താണ്ടി. ആയിക്കോട്ടെ ആയിക്കോട്ടെ. സ്വാമിജിന്റെ അവിടെ ഉണ്ടല്ലോ. നിങ്ങളോടൊന്ന് ഉസ്താദിന്റെ അടുത്തേക്ക് പോകാൻ പറഞ്ഞതല്ലേ? നിങ്ങൾ പോയില്ലേ? ഞാൻ ഉസ്താദിന്റെ അടുത്ത് പോയി. അപ്പൊ അവിടെ എന്റെ അളിയ ഇരിക്കുന്നുണ്ട് പുറത്ത്. അപ്പൊ ഞാൻ അവിടെ പോന്നതാ. അല്ല, നിങ്ങൾ അളിയനും നിങ്ങളും തമ്മിൽ വല്ല പ്രശ്നമുണ്ടോ? ഞാനും എന്റെ പെങ്ങളെ കുറച്ചു കാലമായിട്ട് വലിയ സുഖത്തിലല്ല. അപ്പൊ ഞാൻ അളിയാനോടും മുണ്ടലില്ല. അയ്യോ, ഉസ്താദിന്റെ അവിടെ വെച്ച് നിങ്ങൾ അളിയനെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സംശയിക്കണ്ട. ഈ പണി വരുന്നതൊക്കെ അവിടെ തന്നെയാ. എനിക്ക് ഇതിൽ ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു. പിന്നെ മൂപ്പര് അവിടെ കണ്ടപ്പോ അത് ഉറപ്പായി. ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം നിങ്ങൾ ചെയ്തു തരി. ആ ഉസ്താദിന്റെ അടുത്തേക്ക് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇനി പോണ്ട. ഇത് ഞമ്മക്ക് തന്നെ ഇവിടെ ചെയ്യാം.
നിങ്ങളൊരു 10,000 ഉറുപ്പ്യ നിങ്ങൾ തന്നെ വരണമെന്നില്ല, ആരുടെ കൊടുത്തു വിട്ടാൽ മതി. ഒരു കുകി തെളിഞ്ഞ പൂവൻ കോഴി. എന്നാലേ ഞാൻ എന്റെ മോന്റെ അടുത്ത് കൊടുത്തേക്കട്ടാ. ഇതോടെ എന്റെ പ്രശ്നങ്ങളൊക്കെ തീരൂല സ്വാമിയെ. എല്ലാം ശരിയാവും. ഇതിനുള്ള പരിഹാരക്രിയ ചെയ്തിട്ട് ഞാൻ നിങ്ങളെ മകന്റെ അടുത്താണ് കൊടുത്തേക്കാം. കാര്യങ്ങളൊക്കെ അവനോട് പറഞ്ഞേക്കും ചെയ്യാട്ടോ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഇരിക്കി. ഓ, ഞാനേ പെരയിൽ എല്ലാവർക്കും ഓരോ സോക്കടാണ്. അപ്പൊ അതിനൊരു ബജ്ജ് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങോട്ട് പോന്നിട്ടുണ്ടത്. ആയിക്കോട്ടെ, അതിനൊക്കെ പരിഹാരം ഇവിടെ അംശവ്യവസ്ഥാന്റെ അടുത്തുണ്ട്. എത്തച്ചി പറഞ്ഞോളി, എത്ര അസുഖങ്ങൾ ഇപ്പൊ നിങ്ങൾക്ക് ഉള്ളത്? ഉസ്താദെ, സോക്കട് പറയുകയാണെങ്കിൽ കുറെ പറയാണ്ട്. ഇച്ചേ 2 ആമക്കളും ഒരു പെൺകുട്ടിയാണ്. പെൺകുട്ടിനെ കെട്ടിച്ചേക്കണു. പേരിൽ എനിക്ക് സോക്കടാണ്. തലമിന്നലും കാലിന്റെ മുട്ടിന് വേദന, അങ്ങനെയൊക്കെ ഓരോ സോക്കട്. പെണ്ണുങ്ങൾക്ക് എന്നും ഓരോ സോക്കടാണ്. ചെറിയവനാണ് ഇപ്പൊ ഇവിടെ നാട്ടിലുള്ളത്. ഓ ഒരു പണിക്കും പോകൂല. ഓ അങ്ങനെ മുട്ടി തിരിഞ്ഞു പോണ്ട്. വലിയ ദുബായിക്കൊക്കെ പേരിൽ പോയിക്കുന്നു. അവിടെ ഓരൊരു സുഖമില്ല. ഓ അങ്ങനെ തിരിച്ചു പോരാന്നൊക്കെ പറഞ്ഞാണ് നിൽക്കുകയാണ്. ഇത് എല്ലാവർക്കും ഒരേമാതിരി സോക്കടാണ് ഇപ്പോഴേ. ഇച്ചു പെണ്ണുങ്ങൾക്ക് ഒരു അഭിപ്രായത്തിൽ എന്തോ വേറെന്തോ സംഗതിയാണ്. ഇതിപ്പോഴേ നിങ്ങൾ പറഞ്ഞു കേട്ട് വെക്കുമ്പോ ഇതിന്റെ ഒരു മറ്റേ സോക്കട് എന്ന് പറയാൻ വെച്ച ഇത് വേറൊരു കോലത്തില് ബെന്നക്കണം എന്നുള്ള എന്റെ മനസ്സുകൊണ്ട് തോന്നുന്നുണ്ടത്. അപ്പൊ അതിനുള്ള ചില പരിഹാരങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടി വരും. കായ്ക്കും ചെലവാണ്. ചെറിയ ആള് എണ്ണല്ലേ? അതിപ്പോ നമ്മൾ തൽക്കാലത്തിനൊക്കെയാണ് ഇതിനൊരു സാധനം തരാം. പിന്നെ നമുക്കത് ഊക്ക് കുറയുന്നില്ലെങ്കില് അപ്പൊ അതിനനുസരിച്ച് നമുക്കിങ്ങനെ 2-3 ട്രിപ്പായിട്ട് ചെയ്യേണ്ടി വരും. ബീരാണെന്നല്ലേ പറഞ്ഞ പേര്? ഇല്ലേ, ചോദിച്ചിനൊന്നും തോന്നരുത്. കുടുംബത്തിൽ ആരെയിട്ടും വല്ല പിണക്കോ വല്ലതും വാക്കുകൾക്കോ എന്ത് ഉണ്ടായിക്കണം. കുടുംബത്തിലേ ചെറിയ പിണക്കങ്ങളൊക്കെ ഉണ്ട്. എന്റെ പെണ്ണുങ്ങളും ഓളെ ആങ്ങളെയും കൂടി മുതൽ തർക്കത്തിനും വേണ്ടി ചെറുതായിട്ടൊന്ന് തെറ്റിക്കണം. ഇത് ആ ബൈക്ക് വന്നതാണെന്നൊരു ചെറിയൊരു സംശയിച്ചുണ്ട്. ഇതിനിപ്പോ എനിക്ക് മനസ്സിലാകേണ്ടതേ, ഇത് ഒരു ഭാഗത്ത് ആണുണ്ട്, ഒരു ഭാഗത്ത് പെണ്ണുണ്ട്. അപ്പൊ നമുക്ക് തൽക്കാലം നമുക്ക് ഇവിടം കൊണ്ടൊരു പണി നമുക്ക് എടുക്കാം. അതിപ്പോ തൽക്കാലാണ്. അത് മുഴുവനായി മാറും ഞാൻ പറയില്ല. പിന്നെ പിന്നീട് നമുക്ക് ചില സംഗതികൾ ചെയ്യാണ്ട് അത് നമുക്ക് പ്രതി ചെയ്യേണ്ട കാര്യങ്ങളാണ് കേട്ടോ. അപ്പൊ ഇത് ഞാൻ ഇപ്പൊ ചെയ്യാം നമുക്ക് കേട്ടോ. പിന്നെ ഇത് ചെറിയ സംഗതി ഒന്നുമല്ല. ഇത് വിട്ട സാധനം ഭയങ്കര കടുപ്പുള്ള സാധനമാണ്. ഇതേ മീൻ കൊത്തി എന്ന് പറഞ്ഞ സാധനം, ആ കടുപ്പുള്ള സാധനം ചെവിടത്തെ കാലത്ത് പറഞ്ഞിട്ടുണ്ട്. ചെകുട്ടി കാപ്പാന്റെ കാരണവരാണത്. ഇതിപ്പോ ചെല്ലാനേ ഒട്ടേറെ പൈസ ആവുമോ? ഇപ്പൊ ഈ ചെയ്യാനുള്ളേ വലിയ സംഖ്യ ഒന്നും വരില്ല. ഒരു 1,000 ഉറുപ്പിക വരുള്ളൂ. നമ്മൾ ഈ ക്രിയ കഴിഞ്ഞിട്ട് നമുക്കുണ്ടല്ലോ അതിന്റെ കാര്യങ്ങൾ എത്ര വരും ഞാൻ പറഞ്ഞുതരാം. കായ് എത്ര ആയാലും വേണ്ടിയില്ല. ഇതിന്റെ പേരിന്നാണ് പോയി കിട്ടണം. ഇത് വന്നോടത്ത് തന്നെ അയക്കാൻ പറ്റുമെങ്കിൽ അതന്നെ ഉസ്താദ് ചെയ്തരച്ച്. ചെലവ് വില എവിടെ അറിയാം? ഇത് മണ്ണോട്ട് തിരിച്ചയക്കാനേ പഴയ മൈലല്ല. ഇപ്പൊ റൂട്ടിന് വലിയ സംഖ്യ വരും. ഇപ്പോ മുമ്പ് നമ്മൾ അടുപ്പിലും അമ്മിലോട്ടൊക്കെ ഇപ്പൊ വേറെ രൂപത്തിൽ കൂടെ വിടുക. അപ്പൊ അതിന് ചെലവുണ്ട്. ഒരു 10-20 ഉറുപ്പിക വരും അത്. കായ്ക്ക് ഉണ്ടെങ്കിൽ ചെയ്താൽ മതി. ഞാൻ ഉണ്ടായിട്ട് പറയില്ല. ഈ 20,000 എന്ന് പറഞ്ഞതേ ഇപ്പൊ തന്നെ വേണോ? ഞാനിപ്പോ പോന്നപ്പോ പൈസ ഒന്നും കരുതിയിട്ടില്ല. അതാ ഞാൻ അങ്ങനെ ചോദിച്ചത് കേട്ടോ. പൈസ പെട്ടെന്നൊന്നും വേണ്ട. നിങ്ങള് ഈ 20,000 ഉറുപ്പിയും ഇതൊരാട്, അത് ആണായാലും പെണ്ണായാലും വേണ്ട, വലിയ മൂപ്പ് പാടില്ല. ഒരു 8 കിലോത്തിൽ വല്ലാതെ കൂടും വേണ്ട കുറയും വേണ്ട. അങ്ങനത്തെ ഒന്ന് ആ ആള് വരുമ്പോ ആളെത്തി കൊടുത്തയക്ക. ഈ കായ് കൊടുത്ത നിങ്ങളൊന്നും വരും വേണ്ട. ബാക്കിയുള്ള പണിക്ക് ഞാൻ എടുത്തുണ്ട്. എന്നാലും ഞാനേ ഇതൊക്കെ ഞാൻ എന്റെ ചെക്കൻ്റെ അടുത്ത് കൊടുത്തയക്കാം. വിവരങ്ങളൊക്കെ നിങ്ങൾ ഓനോട് പറഞ്ഞയച്ചാൽ മതി കേട്ടോ. ഞാൻ ഈ മുണ്ടൊന്ന് നോക്കിയിട്ടുണ്ട്, കുഴപ്പമില്ലല്ലോ. കട്ടറ്റ് മുട്ടറ്റ് കട്ടറ്റ് മുട്ടറ്റ് കട്ടറ്റ് മുട്ടറ്റ് കട്ടറ്റ് മുട്ടറ്റ് കട്ടറ്റ് മുട്ടറ്റ് കട്ടറ്റ്. ഈ തടിയിൽ കുടിയിരിക്കുന്നത് ആരാണ്? ആരാണ് ചെയ്തത്? ആരാണ് വിട്ടത്? ആരാണ് ചേക്കുട്ടിയോ മീൻകൊട്ടിയോ? ആരാണ്? ഈ ശരീരം വിട്ടു പോണം. ആരാണൊക്കെ വഴി തന്നത്? അവിടേക്ക് പോണം. ഞാനാ പറയേണ്ടത്, ഹംസേനെ പറയേണ്ടത്. പോണം, ഈ തടി വിട്ടു പോണം.
ഇപ്പൊ എന്താ തോന്നുന്നത്? തലമണ്ണേ ഒരു ഭാരണ്ട് ഇറങ്ങിയ മാതിരി എനിക്ക് അതിനെ പറ്റി തോണ്ടത്. അതുണ്ടാവും. പിന്നെ ഞാനേ പറഞ്ഞ മാതിരി സാധനങ്ങളൊക്കെ കൊടുത്തയക്കാം കുട്ടികളെടുത്ത്. അപ്പൊ ഓളോട് അതിന്റെ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തോണ്ട് കേട്ടോ. ധൈര്യമായിട്ട് പോയിക്കോളിട്ടാ. പോണ്ട് പോ. ഒതടിച്ചിട്ട് നിൽക്കാനും വെച്ച എവിടെ കുഞ്ഞോനെ വണ്ടിയും വലുത് വിറ്റ് ഒഴിവാക്കണ്ട നമുക്ക്. എന്റെ ഉപ്പാക്കും എന്റെ ഉപ്പാക്കും കൊടുക്കാനുള്ള സാധനം കിട്ടിയാ? അതൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചു കുഞ്ഞോനെ. അപ്പൊ ഇറ്റിങ്ങൾ ആർക്കാ നമുക്ക് കൊടുക്കുക? ആടിനെ നമുക്ക് ആ റാഫിക്ക് കൊടുക്കാം. ഞാൻ ഓന് ഫോൺ വിളിച്ച് പറഞ്ഞേക്കണു. അപ്പൊ കോയിനെ തലാപ്പിലുള്ള മെമ്പർ ഉണ്ട്. അയാൾ ഡെയിലി ഒരു നാടൻ കോഴി തിന്നുന്ന മനുഷ്യനാണ്. നല്ല കായ്ക്ക് അയാൾക്ക് കൊടുക്കാനെ. എന്നാ നീ സമയം കളണ്ട. ആ കോഴിനോടൊക്കെ ഇത് എന്റെ പാക്കുള്ളതാണ്. അത് കെട്ടാണ്ട് തീർക്കും. കെട്ടണല്ലോ. ഇതിലിപ്പോ എന്താ മറച്ചിക്കണ്? അതിൽ 800 ഈ അലക്ക സുക്കുറേ ഇങ്ങനെ പോയടാ. മതി. വൃത്തിയായില്ലേ? അടിപൊളി. ഇപ്പൊ എനിക്ക് 10,000 ഉറുപ്പ്യ തന്നിക്കണം അയാൾക്ക് കൊടുക്കാൻ വേണ്ടിട്ട്. തന്നെ എന്റെ ഇപ്പൊ എത്ര ഉറുപ്പ്യ തന്നു എനിക്ക്? എന്നോട് കൊടുക്കാന്ന് പറഞ്ഞാണ്ട് 20,000 ഉറുപ്പ്യ തന്നേക്കണു. പിന്നെ അത് മാത്രമല്ല, ഈ ആടിനെയും കോഴിനെ കൂടി വിറ്റാലേ ഒരു 45,000 ഉറുപ്പ്യോളം ഞമ്മക്കിട്ട് പോരും. ഏതായാലും ഞമ്മക്ക് നല്ല ലാവശ്യമായി. നമുക്ക് ഊട്ടിക്കൊക്കെ ടൂറാണ് ചങ്ങായി. അല്ല സുക്കൂറെ, ഇത് വലിയ പ്രശ്നമാവോ? എന്ത് പ്രശ്നം കുഞ്ഞോനെ? ആ മന്ത്രവാദി ഉസ്താദും കൂടി നമ്മളെപ്പാരെ പറ്റിച്ചു, നമ്മൾ ഓളയും പറ്റിച്ചു. പിന്നെ ഇതാണ് കൊടുക്കുന്നതോട് കൂടി നമ്മളെ പെരീത്തെ പ്രശ്നങ്ങളൊക്കെ തീരും ചെയ്യും. ഇതാണ് പെരി കൊടുക്കുമ്പോൾ ചോദിച്ചും എന്താ ഇത് കാട്ടാന്ന്. അതെ, എനിക്ക് പറയാൻ കഴിയൂല. അതുകൊണ്ട് ഞാൻ ഒരു പേപ്പറിൽ എഴുതി തരാം. അത് നോക്കിക്കാണ്ട് പറഞ്ഞുകാണ്ട് അതേമാതിരി ചെയ്താൽ മതി. ഇപ്പൊ കിട്ടിട്ടാ സാധനം കിട്ടി. ഇതോക്കാണി ആ കിട്ടിയ ഞാൻ പോയത്തക്കാരെ ചേരിച്ചു പിടിച്ചാ ഒന്നാട് തരും ഞാൻ. എത്ര കുത്തി കുലുക്കിച്ചിട്ട് എന്നോട് കുത്തി വിൽക്കണ്ടെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. എനിക്ക് തീരെ വില അറിയില്ല. ആ കൊമ്പടി സ്വാമിയെ പല പൂജകളും ചെയ്തുകാണ്ട് ഇതിൽ ആവാഹിച്ചേ കൊടുത്തയച്ചതേ കാരം. അന്നെ പറഞ്ഞേച്ചാ ഇന്നെ പറഞ്ഞാ മതി. ഇത് എന്ത് ചെയ്യാനാ അയാള് പറഞ്ഞത്? ഇപ്പൊ അയാളിപ്പോ എന്താ പറഞ്ഞത്? അല്ലല്ല, എന്റെ കീസിലിട്ടിട്ടുണ്ട്. ഇതേ നിങ്ങൾ കെടുക്കണോടത്ത് ഇരുട്ടുമുറിയില് 14 ദിവസം വെക്കണം. അത് കഴിഞ്ഞിട്ട് ഇത് ഒഴുകണ വെള്ളത്തില് കൊണ്ടേ കളയാനാ പറഞ്ഞേക്കണേ. ഞാൻ കിടക്കുന്ന റൂമിൽ 14 ദിവസം വെക്കേ അത് പറ്റൂല. എനിക്ക് പേടിയാണ്. ഞാൻ പിന്നെ ഇവിടെ വേറെ കിടക്കുക. നിങ്ങളെ എവിടെ കെടുക്കേണ്ട കാര്യം ഇതിൽ എഴുതിയിട്ടില്ല. നിങ്ങൾ കൊല്ലുമ്പോ കിടന്നോളി. എനിക്ക് അങ്ങനത്തെ പേടൊന്നുമില്ലപ്പാ. 14 ദിവസമേ ഞാൻ നിങ്ങളെ റൂമിൽ AC ഇട്ട് കിടന്നോളാം. നിർത്തിക്കാളിപ്പോ മതി. അത്രേ ഉള്ളൂ. 33 പറഞ്ഞിട്ടുണ്ട്. കുജിക്ക് വെക്കല്ലോ സുക്കൂറെ. നിക്കിപ്പോ ധൃതി പിടിച്ചല്ലേ. നിങ്ങൾ വിചാരിച്ച നേരത്തെ തന്നെ കുജിക്ക് വെക്കാന്ന് പറഞ്ഞാല് ഇത് വലിയപ്പോ മരിച്ചോന്നല്ലോ. ഇതിനൊരു സമയമൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ സമയത്തെ വെക്കാൻ പറ്റുള്ളൂ. 11 മണിക്കാണ് വെക്കാൻ പറഞ്ഞത്. അത് മാത്രമല്ല, നിങ്ങളല്ലത് കുജിക്ക് വെക്കണ്ടി, ഇമ്മേണേ. അങ്ങനെ സുക്കൂറെ ഇമ്മ വെക്കേണ്ടത് നെജ്ജനെ വെച്ച നബീസോ. എന്റെ ആങ്ങളെ തന്നൊരു പണിയാണല്ലോ. അതുകൊണ്ടേക്കാരെ ഇജ്ജനെ കുജിക്ക് വെക്കണമെന്ന് മൂലേര് പറഞ്ഞിട്ടുണ്ട്. വിസ്മി അല്ലിക്കാളടി. ഇമ്മ 3 പൊടി മണ്ണിട്ടോളൂ. ഉസ്താദിനെ മനസ്സിൽ വിചാരിച്ചാൽ മതി. ഇന്റെ ചെലവിന്റെ പൈസ ഒന്നും ഞാൻ വാങ്ങിയിട്ടില്ല കേട്ടോ. ഉസ്താദിന്റെ കായ് ഇനിയും കൊടുക്കാനാണ്. ഒരു സമാധാനം ഉണ്ടാവും. ഉസ്താദ് പറഞ്ഞേക്കണു. പിന്നെ ഇനി എനിക്ക് പണിക്കൊക്കെ പോകാൻ തോന്നും. പക്ഷെ വേറെ കാര്യങ്ങൾ ഉസ്താദ് പറഞ്ഞേക്കണു. വണ്ടി ചാടിക്കാണ്ട് പണിക്ക് പോകണ്ടാന്ന്. ഒരു മാസം കഴിഞ്ഞിട്ട് പോയാൽ മതി. എനിക്കിങ്ങനെ തോന്നിച്ചും പണിക്ക് പോയിക്കോന്നൊക്കെ. ഒരു മാസം പണിക്കോ വരുതാ നടക്കണു. അങ്ങനെ സുക്കൂർ ഉസ്താവ് പറഞ്ഞിക്കണെങ്കിൽ ഇമ്മാരോട്ടി ഒരു മാസം കഴിഞ്ഞിട്ട് പോയാൽ മതിട്ട പണിക്ക്. ഉസ്താദിന് ഇനി കായ് കൊടുക്കാനാട്ടമ്മ. ഉസ്താദിന് ഇനി കൊടുക്കാനുള്ള കായേ നമുക്ക് പെട്ടെന്ന് കൊടുക്കാം സുക്കൂറെ. വേറെ എന്തേലും ഉസ്താദ് പറഞ്ഞേക്കണോ? പിന്നെ എന്നോട് ഉസ്താദ് ഒരു കാര്യം കൂടി പറഞ്ഞേക്കണുപ്പാ. ഇനി ഞാൻ കാട്ടണ മാതിരി കാട്ടിക്കോളി. ഇങ്ങനെ രണ്ടാളും ഒരു അക്ഷരം മുണ്ടരുത് കേട്ടോ. എന്നിട്ട് ഉള്ളിലേക്ക് കയറി പോണം. ഇവിടെ നിൽക്കുക. മുന്നിക്ക് ഇങ്ങനെ 2 സ്റ്റെപ്പ് വെക്കുക. പിന്നെ അതേമാതിരി ബാക്കൊക്കെ അങ്ങനെ പേരന്റെ ഉള്ളിലേക്ക് കയറി പോവാ. ചെയ്തോളി രണ്ടാളും.